ഇവിടെ ശക്തമായ മഞ്ഞു പെയ്തു. ഈ പ്രദേശം മുഴുവൻ എന്ത് രസമാണല്ലേ. വെള്ള പരവതാനി വിരിച്ചതുപോലെ ആയിരിക്കുന്നു. ഞാനിപ്പോൾ താമസിക്കുന്നത് അമേരിക്കയിലെ ഒക്ലഹോമ അതിരൂപതയിലെ പാസ്റ്റർ സെൻ്ററിലാണ്. ഇങ്ങനെ ഈ മഞ്ഞത്ത് നിന്നപ്പോൾ ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിച്ചു. ഇന്നത്തെ ചിന്തകൾ ഇവിടെ നിന്നുകൊണ്ടായിരിക്കട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മനോഹരമായ കാഴ്ചയാണ്. മനസ്സ് നിറയെ കുളിർമ നൽകുന്ന ഒരു കാഴ്ചയാണ്. ദൈവസൃഷ്ടിയുടെ മനോഹരമായ ഒന്നാണ് നമ്മൾ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ മഞ്ഞ് പോലെ നമ്മുടെ ഹൃദയവും നിർമ്മലമാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദാവീദ് രാജാവ് ഇതുപോലെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദാവീദ് രാജാവിൻ്റെ പ്രാർത്ഥനയാണ് സങ്കീർത്തനം 51:7 നാം കാണുന്നത്. ഈ സോപ്പ് കൊണ്ട് എന്നെ പൗത്രീകരിക്കണമേ, ഞാൻ നിർമ്മലനാകും. എന്നെ കഴുകണമേ, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മ ഉള്ളവനാകും. ദൈവത്തോട് ആത്മാർത്ഥമായി നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മോട് കരുണ കാണിക്കുകയും നമ്മെ വിശുദ്ധീകരിക്കുകയും നമ്മെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ഒരു പ്രാർത്ഥന നാം കാണുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 18-ാം വാക്യം. നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും അവ മഞ്ഞിനെ പോലെ വെണ്മ ഉള്ളതാക്കി തീർക്കും. അവ രക്തവർണ്ണങ്ങൾ എങ്കിലും കമ്പിളി പോലെ വെളുക്കും. പ്രിയമുള്ളവരെ, ബൈബിള് മഞ്ഞ് പോലെ വെളുത്തു എന്നൊക്കെ അർത്ഥമാക്കുന്നത് വിശുദ്ധീകരണം, ശുദ്ധീകരണം, പാപമോചനം എന്നിവയൊക്കെ സൂചിപ്പിക്കുന്നു. അങ്ങനെ സൂചിപ്പിക്കുന്ന ശക്തമായ പ്രതീകമാണ് മഞ്ഞ്, വെണ്മയുള്ള മഞ്ഞ് എന്നൊക്കെ അർത്ഥമാക്കുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതം ക്ഷമിക്കുവാനും പുതുക്കുവാനുള്ള ദൈവത്തിൻ്റെ കരുതലിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ പ്രദേശം മുഴുവൻ വെളുത്ത പുതപ്പ് കൊണ്ട് മൂടിയിരിക്കുന്ന പോലെ എത്ര രസമല്ലേ. എങ്കിൽ പ്രിയമുള്ളവരെ, നാം തമ്പുരാനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സും ജീവിതമെല്ലാം ഇതുപോലെ നിർമ്മലമാക്കി കർത്താവ് തരും. ഒപ്പം പിതാവായ ദൈവം നമ്മെ യേശുവിനെ കാണുന്ന പോലെ കാണും, കുറ്റമറ്റവരായി. നാം തെറ്റ് ചെയ്തു, ആ കുറ്റബോധത്തിലും ലജ്ജയിലും വിഷമത്തിലും ദുഃഖത്തിലും ജീവിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് നാം ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവം ഈ ഹിമം പോലെ വെളുത്തതായി നമ്മെ മാറ്റും, രൂപാന്തരപ്പെടുത്തും. എങ്കിൽ പ്രിയമുള്ളവരെ, ഈ മഞ്ഞ് കണ്ടപ്പോൾ അച്ഛൻ്റെ മനസ്സിലേക്ക് വന്ന ചില ചിന്തകളാണ്. നമുക്കും ഇതുപോലെ മനസ്സ് ശുദ്ധമാക്കി ജീവിക്കാൻ സാധിക്കും. ഇന്ന് പ്രത്യേകിച്ച് നമുക്ക് ഈ ദിവസം പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവേ, മഞ്ഞിനെ പോലെ ശുദ്ധിയുള്ള വെണ്മയുള്ള ഹൃദയം എനിക്ക് തരയണമേ. ഒരുപക്ഷെ നമ്മുടേതായ പാപത്തിൻ്റേതായ സ്വാധീനത്തിൻ്റേതായ ബന്ധനത്തിൻ്റെ അവസ്ഥ ഒത്തിരി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, എല്ലാത്തിനും അപ്പുറമായി ശുദ്ധീകരിക്കപ്പെട്ട നിർമ്മലമാക്കപ്പെട്ട ഒരു ഹൃദയം ദൈവമേ എനിക്കിന്ന് തരയണമേ. അതിന് വിരുദ്ധമായി എന്തെല്ലാം പ്രവൃത്തികളോ വാക്കുകളോ സാഹചര്യങ്ങളോ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അവിടെയെല്ലാം നീ എന്നെ കാക്കണം. നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ നേരത്തെ ഉണർന്ന് ഈ വചന ശുശ്രൂഷ പങ്കെടുക്കുന്ന ഈ മക്കളെ എല്ലാം അനുഗ്രഹിക്കണമേ. ഏത് പാപ സാഹചര്യമാണെങ്കിലും ഏത് അവസ്ഥയിലാണെങ്കിലും
കർത്താവെ അതിൽ നിന്നെല്ലാം ഞങ്ങൾക്ക് സംരക്ഷണം തരണമേ. ശുദ്ധമായ മഞ്ഞുപോലെ വെളുത്ത നിർമ്മലമായ ഹൃദയം ഈ വചനം ശ്രവിക്കുന്ന ഓരോ മക്കൾക്കും നീ പ്രദാനം ചെയ്യണമേ. അതുപോലെ തന്നെ ആർക്കെല്ലാം ഈ വചനം പങ്കുവയ്ക്കുന്നോ, ഈ വചനം ശ്രവിക്കുന്നോ, ആ മക്കളുടെ ജീവിതവും ഇതുപോലെ നിർമ്മലമായ ഹൃദയം നീ അവർക്ക് പ്രദാനം ചെയ്യണമേ. അമ്മ മാതാവ് നമുക്ക് മാധ്യസ്ഥം പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. ഒരു നല്ല ദിവസം അച്ഛൻ എല്ലാവർക്കും ആശംസിക്കുന്നു. തീർച്ചയായിട്ടും നിർമ്മലമായ ഹൃദയത്തോടുകൂടി ഇന്ന് ജീവിക്കാൻ കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.